അത്ഭുതങ്ങൾ ചെയ്യുന്നു. അതെ, മറ്റൊരു അത്ഭുതം ഞാൻ പറയാം. കാലിന്റെ മസിൽക്കരുന്നുള്ള ഗുളിക, ശരീരത്തിന്റെ ഈ ഇടതുകാലിന്റെ എല്ലിൽ ഭയങ്കര ചൊറിച്ചിലും വേദനയും അതിനുള്ള ഗുളിക, അതുപോലെ ഉറക്ക ഗുളിക, വേദനയ്ക്കുള്ള ഗുളിക, ഈ 4 ഗുളികയും സ്ഥിരം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇന്നലെ ഒരു ഗുളികയും ഞാൻ കഴിച്ചില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല. രാത്രിയിൽ കാല് നീട്ടി വയ്ക്കാൻ കഴിയില്ലായിരുന്നു, മസിലുരുണ്ട് കയറും. ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇനിയാണ് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇന്ന് ഇതേവരെ യാതൊരു കുഴപ്പവുമില്ല. ഇന്നലെ ഗുളിക ഒന്നും കഴിച്ചില്ല, പക്ഷെ രോഗപീഠ അദ്ദേഹത്തെ അലട്ടിയില്ല. കയ്യടിച്ച് ദൈവത്തിന് പറയുന്നു, ദൈവമാസം ദർശിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങളിലും കർത്താവ് ഇടപെടും. വിശ്വസിക്കുന്നുവോ? ഈ സഹോദരന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. ആ അത്ഭുതം പറയുന്നു. അതെ, നോക്കൂ, 12-13 മാസമായി ഞാൻ വികലാംഗനാണ്. എനിക്ക് പെൻഷൻ 13 മാസമായി കിട്ടിയിട്ടില്ല. ഞാൻ ധ്യാനത്തിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എന്റെ അയൽവാസിയായ ഇവിടുത്തെ ഒരു ശുശ്രൂഷകൻ പറഞ്ഞു, പൈസയുടെ കാര്യത്തിൽ ലക്ഷ്മണൻ വിഷമിക്കണ്ട, നമുക്ക് പരിഹാരമുണ്ടാക്കാം. ലക്ഷ്മണൻ പോരണം. ഞാൻ സമ്മതിച്ചു, പോരാമെന്ന് സമ്മതിച്ചു. പക്ഷേ വൈകുന്നേരമായപ്പോഴും മടി. പക്ഷേ വീണ്ടും എനിക്ക് പോകണം തോന്നി. ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ എത്തി. ആഴ്ച രാവിലെ ആ ശുശ്രൂഷകന്റെ മകനും എന്റെ ഭാര്യയും കൂടി ഇവിടെ കൊണ്ടാക്കി. ആ കിട്ടാതിരുന്ന പെൻഷൻ ഇന്നലെ രാവിലെ ഒരു 11 മണിയായപ്പോൾ പോസ്റ്റ്മാന്റെ കൂടെ എന്റെ ഭാര്യ ഇവിടെ വന്നു. ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. പൈസ എനിക്ക് ലഭിച്ചു. 13 മാസമായി മുടങ്ങിക്കിടന്നിരുന്ന പെൻഷന്റെ പണം ഇന്നലെ ഇവിടെ കൺവെൻഷൻ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കർത്താവ് കൊടുത്തു. ഹാലേലൂയ. തടസ്സങ്ങൾ മാറ്റി കർത്താവ് ഇടപെട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന പണം കർത്താവ് ഇടപെട്ട് അദ്ദേഹത്തിന് ലഭിക്കാൻ തക്ക വിധം ഈ ദിവസങ്ങളിൽ അസാധ്യങ്ങളെ സാധ്യമാകുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്തല്ലോ. കൈകൾ ഉയർത്തി അടിച്ചു ദൈവത്തെ മാറ്റപ്പെടുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കൂ, നീയും നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയുടെ 16-ാം അധ്യായം 31-ാം വാക്യം പറയുന്നു. ഹല്ലേലൂയ. 10 വർഷമായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് വായിക്കാനോ അല്ലെങ്കിൽ ദൈവവചനം വായിച്ച് മനസ്സിലാക്കാനോ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് ഓർമ്മശക്തിയിലൂടെ വചനങ്ങളെല്ലാം ഓർക്കാനുള്ള കൃപ കൊടുത്തു. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഈ സഹോദരൻ ആവർത്തിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? ഹല്ലേലൂയ. ഈ സഹോദരൻ ഉപയോഗിച്ചിരുന്ന വടിയാണ് ആ കാണുന്നത്. 2 കണ്ണും കാണാത്ത ഈ സഹോദരനിൽ കർത്താവ് വലിയ അത്ഭുതം ചെയ്തു. വടിയുടെ സഹായം കൂടാതെ എഴുന്നേൽക്കാനും വടിയുടെ സഹായം കൂടാതെ നടക്കാനും കർത്താവ് ആ മകന്റെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെട്ടു. രോഗത്തിടക്ക മടക്കിയെടുത്തു, ശാപത്തിടക്ക ചുരുട്ടിയെടുത്തു, ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. സെഹിയോനിലേക്കൊരു യാത്ര. അന്ധന്മാർ കാണുന്നു, രാജേന്ദ്ര, ചെകിടന്മാർ കേൾക്കുന്നു, ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത, ഇന്നേ വരെയും ലോകത്തിൽ കേട്ടു കേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. എന്റെ പേര് വാസു. എന്റെ മകനാണ് ഇവിടെ നിൽക്കുന്നത്. അവൻ സംസാരിക്കാൻ സാധിക്കാത്തൊരു മകനായിരുന്നു. തീരെ മിണ്ടിയിരുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നപ്പോ യേശുവേന്ന് വിളിക്കാൻ അവന് ശക്തി കിട്ടി. ഈ നിൽക്കുന്ന വ്യക്തി സംസാരിക്കാൻ കഴിവില്ലാത്ത, ജനിച്ചതിന് ശേഷം ഇന്ന് വരെ സംസാരിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. കർത്താവിനെ ആരാധിച്ചപ്പോൾ, കർത്താവിനെ നാമം അപേക്ഷിച്ചപ്പോൾ ഈ മകന്റെ നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു. ഇപ്പോൾ ഈ മകന് സംസാരിക്കാനുള്ള കൃപ, കർത്താവിനെ വിളിക്കാനുള്ള കൃപ, പേര് പറയാനുള്ള കൃപ കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. രാജേന്ദ്രൻ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ രാജേന്ദ്രൻ, കർത്താവേ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എത്ര നാളായി ഇങ്ങനെ സംസാരിക്കാതായിട്ട്? സംസാരിക്കാൻ ജനിച്ചപ്പോ മുതൽ എങ്ങനെയായിരുന്നു? ജനിച്ചപ്പോ മുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു മൂളൽ മാത്രമേ ഈ സഹോദരന് പുറപ്പെടുവിക്കുമായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പേരും കർത്താവിന്റെ നാമവും കർത്താവിന്റെ സ്തുതിയും ഈ സഹോദരൻ വ്യക്തമായി പറയുന്നു. ഒരിക്കൽ കൂടെ പേരുറക്കെ പറ. രാജേന്ദ്രൻ. കർത്താവേ, കർത്താവേ, യേശുവേ, യേശുവേ, ദൈവമേ, ദൈവമേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. യേശുവേ എന്ന് വിളിയേ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതുപോലെ ഈ സഹോദരന് ചെവി കേൾക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെവിയുടെ അവസ്ഥ എന്തായിരുന്നു? ചെവി തീരെ കേട്ടിട്ടില്ല. എന്റെ ഇത് പറയുമ്പോ മനസ്സിലാവില്ല. എന്നിട്ട് ചെവി തീരെ കേട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സഹോദരന് ചെവികൾ കർത്താവ് തുറന്നു. പേര് വിളിക്കുമ്പോൾ ഈ സഹോദരൻ ചെവി കേൾവിശക്തി കിട്ടിയതിനാൽ പേര് വിളിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കും. രാജേന്ദ്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഞാൻ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ? രാജേന്ദ്ര. രാജേന്ദ്രൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പേര് പറ. രാജേന്ദ്രൻ. രാജേന്ദ്രൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സഹോദരന്റെ കേൾവിശക്തി കർത്താവ് പുനഃസ്ഥാപിച്ച് നൽകി അനുഗ്രഹിച്ചു. ഏതാണ്ട് 30 വർഷത്തോളമായി ഈ സഹോദരൻ ഈ അവസ്ഥയിലായിരുന്നു. കർത്താവ് സുഖപ്പെടുത്തി. അതുപോലെ സഹോദരന്റെ കാലിന്റെ അവസ്ഥ എന്തായിരുന്നു? കാല് തീരെ മടങ്ങി ഈ പാദങ്ങളെ മുട്ടിച്ച് നിന്നിരുന്ന കുറച്ചു നാൾ മുന്നേ. പിന്നെ ഇങ്ങനെ പുറകോട്ട് മുട്ടിക്കുന്നു. ഇപ്പൊ ശരിക്കും നിലത്ത് അമർത്തി വെക്കുന്നു. ഹല്ലേലൂയ. സാധാരണ മനുഷ്യന്മാര് കാല് വെക്കുന്നത് പോലെ ഈ 2 കാലുകൾ ഇപ്പോൾ പാദങ്ങൾ നിലത്ത് അമർത്തി വെച്ച് ഇങ്ങനെ കാല് ഇങ്ങനെ നിന്നിരുന്ന കാലാണ്. ഇപ്പൊ കാല് ശരിക്കും നിലത്ത് പാദങ്ങൾ അമർത്തി വെച്ച് നടക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സംസാരിക്കാത്ത ആളാണ് ഈ സംസാരിച്ചത്. ഹല്ലേലൂയ. അന്ധന്മാർ കാണുന്നു. എന്റെ പേര് തങ്കച്ചൻ. എനിക്ക് ചെപ്പൂടം എന്ന സ്ഥലത്ത് താമസിക്കുന്ന തൊടുപുഴ. എനിക്ക് ജന്മന ഉണ്ടായിരുന്ന ഒരു കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരുന്നു. അതിവിടെ വന്ന് ധ്യാനത്തിന് ഇപ്പൊ കുംസാരം കഴിഞ്ഞു. അവന് കൗൺസിലിങ്ങിന് പോയി. ആ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കാഴ്ച പൂർണ്ണമായിട്ട് തെളിഞ്ഞു കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജന്മന ഒരു കണ്ണിന് കാഴ്ചശക്തി കുറവുണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാം ചിന്തു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.